എൻ്റെ അണ്ണനെ കണ്ടപ്പോൾ ചേട്ടൻ ഒരു വട്ടം മോന്തയാ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ എൻ്റെ അണ്ണൻ ഇങ്ങനെ ദേഷിച്ച കണക്ക് എൻ്റെ ഹസ്ബൻഡിനെ നോക്കി, എൻ്റെ ഹസ്ബൻഡ് ദേഷിച്ച കണക്ക് എൻ്റെ അണ്ണനെ നോക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് പട്ടിണിയാണെന്ന് പറഞ്ഞു ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട്. എന്നിട്ട് ഇത്ര ഇരുന്ന് തിന്നുന്നത്. അത് 4 മണി സമയമാണ് കേട്ടോ, വൈകിട്ട് 4 മണി സമയം. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ആങ്ങൾ എന്നോട് പറഞ്ഞു, പിന്നെ ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ ഡി, എന്താണെന്ന് വെച്ചാൽ സ്വർണ്ണവും ഒന്നും ഇനി കൊടുക്കരുത്, ആകെ 6 പവനേ ഉള്ളൂ എന്നാണ് അണ്ണ ഉദ്ദേശിച്ചത്. അന്നേരം ഈ പുള്ളിക്കാരൻ ഇപ്പോൾ അവിടുത്തെ കഴിച്ചിട്ട് എൻ്റെ അടുത്തോട്ട് എൻ്റെ ഹസ്ബൻഡ് കയറി വന്നിട്ട് ചോദിച്ചു എന്താ പറഞ്ഞിട്ട് പോയത് എന്ന് പറഞ്ഞു. പക്ഷേ അനിയച്ചാർ അണ്ണനെ ആഹാരം കഴിക്കാനൊക്കെ വിളിച്ചു കേട്ടോ എൻ്റെ ഞങ്ങളെ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അകത്തോട്ട് കയറിയപ്പോൾ എൻ്റെ ഭർത്താവ് ചോദിച്ചു എന്താടി അവൻ ഓർമ്മയുണ്ടല്ലോ പറഞ്ഞതൊക്കെ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഉടനെ ഞാനങ്ങ് പറഞ്ഞു പറയരുതായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു ഇതിനൊക്കെ സ്വർണ്ണം ഒന്നും ചോദിച്ചാൽ കൊടുക്കരുത്, അത് അവനാണോ തീരുമാനിക്കുന്നത്, എനിക്ക് തന്ന സ്വർണ്ണം അത് എൻ്റെ ആവശ്യത്തിന് ഞാൻ എടുക്കും, അവനാരും ഇതൊക്കെ പറയാൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ ദേഷിച്ചു കേട്ടോ. ദേഷിച്ചിട്ട് ആങ്ങളേക്ക് പോയില്ലേ, അന്ന് തൊട്ട് വീണ്ടും ഇതെല്ലാം കൂടെ പുള്ളിക്കാരൻ മനസ്സിൽ വെച്ച് എൻ്റെ അടുത്ത് വീണ്ടും പെരുമാറാൻ തുടങ്ങി. പിന്നെ ദേഷ്യം, പിന്നെ എൻ്റെ അടുത്ത് മിണ്ടത്തില്ല, പിന്നെ ഒരു വട്ടം മോന്ത. എനിക്കവിടെ പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നില്ലെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് പിന്നെ മനസ്സിലായി കേട്ടോ. അയ്യമ്മ ഒരു കത്തിക്ക് ചേട്ടൻ ഒരു കത്തിക്ക്